ലൈവിൽ ഒരാൾ വന്നിട്ട് എന്നോട് പലസ്തീൻ ഇസ്രായേൽ ഇഷ്യൂവിനെ കുറിച്ച് ചോദിച്ചു. അപ്പം ഞാൻ പെട്ടെന്ന് പറഞ്ഞു ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന ഫ്രണ്ട്സ് എനിക്കുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, ഫ്രണ്ട്സ് എനിക്കുണ്ട്, ഇപ്പം ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞാനവിടെ വെച്ചു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇന്നലെ ഇന്നുമായിട്ട് അർഷാദ് മുഹമ്മദ് ഞാൻ കണ്ടില്ല, എടാ പോയി വീഡിയോ പ്ലേ ചെയ്യണോ? വീഡിയോ പ്ലേ ചെയ്യണോ ചാറ്റ്? ആരെങ്കിലും ഒരാളെ വീഡിയോ പ്ലേ ചെയ്യണം? വേണ്ട, ഇവന്മാർക്ക് ഇത് കൊടുക്കണോ? ഇത് അല്ലടാ, ഞാനൊരു കാര്യം പറയട്ടെ, എല്ലാവരും പലസ്തീനോടുള്ള സ്നേഹം കൊണ്ട് വീഡിയോ ഇടുന്ന ആൾക്കാർ തന്നെയാണ്. പക്ഷേ എനിക്കെതിരെ ഇട്ടതെല്ലാം മുന്നേ അല്ലടാ, എനിക്ക് ഏറ്റുള്ള ആൾക്കാരുണ്ട്, കാത്തിരിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു, കുറേ കാത്തിരിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു, ഒരു ഇഷ്യൂക്ക് വേണ്ടി കാത്തിരിക്കുന്ന ആൾക്കാർ ഉണ്ടായിരുന്നു. അവിടെ സൂപ്പർ ചാറ്റിൽ ഓഫ് ചെയ്യുന്നേ, ഇത് സീരിയസ് ആയിട്ടൊരു കാര്യം പറയുന്നത്. സൂപ്പർ ചാറ്റ് ആരും ചെയ്യല്ല, സൂപ്പർ ചാറ്റ് ഓഫ് ചെയ്തിടേനെ. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞുതരാം. ഞാൻ എന്ത് പറഞ്ഞു? ഹെയ്റ്റേഴ്സാണ് കൂടുതലും. ഹെയ്റ്റേഴ്സ് അല്ലെങ്കിൽ ഇത് വെച്ച് മാർക്കറ്റ് ചെയ്ത് കണ്ടന്റ് ഉണ്ടാക്കി ഫോളോവേഴ്സ് കൂട്ടാൻ നോക്കുന്ന ആൾക്കാരല്ലാണ്ട് പ്രോപ്പറായിട്ട് ഒരു വീഡിയോ ഇട്ട ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അയച്ചാൽ ഞാൻ റിയാക്ട് ചെയ്യാം. അല്ലാണ്ട് എൻ്റെ ഹെയ്റ്റേഴ്സിൻ്റെ വീഡിയോ ഞാൻ ഇതാക്കണോ? കാരണം ഇത്രയും കാലം ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു സാധനം വരാൻ വേണ്ടി കാത്തിരിക്കായിരുന്നു ഇവർ, മനസ്സിലാവും? ഓക്കെ, ഞാൻ എൻ്റെ നിലപാട് ഞാൻ പറഞ്ഞ കുറേ ആൾക്കാർ എന്നെ നിലപാടില്ലാത്തവൻ എന്ന് പറഞ്ഞിട്ടാണ് വിമർശിക്കുന്നത്. ഓക്കെ, നിലപാട് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അതായത് ഇവന്മാരെല്ലാം പുതിയതായിട്ട് ലൈവ് കാണാൻ തുടങ്ങിയ ആൾക്കാരാണ്. അതായത് ഈ കഴിഞ്ഞ 1 മാസത്തിനുള്ളിൽ 2 മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ പോട്ടെ ഒരു 6 മാസം മുന്നേ, അതായത് തുപ്പി മാറി നിഹാദായി എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഇവന്മാരുടെ ലൈവ് കാണാൻ തുടങ്ങിയത്. ഓക്കെ, ഇതിന് മുന്നേ ഉള്ള ഞാൻ 3 വർഷമായി സ്ട്രീം ചെയ്യാൻ തുടങ്ങിയിട്ട് ഇതിന് മുന്നേ ഉള്ള ആൾക്കാർക്ക് അറിയാം. ഇത് മുന്നേ അല്ല, ഇതിന് ശേഷവും ഇതിന് മുന്നേ ആയിട്ടും പല പ്രാവശ്യം ഫലസ്തീനെ കുറിച്ച് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അല്ലേ? പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. പല ലൈവും നമ്മൾ ഫലസ്തീനെ ലൈവായിട്ട് തന്നിട്ട് അത്രയും സപ്പോർട്ട് ചെയ്ത് അത്രയും ഡൊണേറ്റ് ചെയ്ത് അത്രയും ഫലസ്തീന് വേണ്ടിയിട്ട് നിന്ന ഒരാളാണ് ഞാൻ. ഓക്കെ, ഒരാളാണ് ഞാൻ. പക്ഷേ ഇങ്ങനെ ഒരു സംഭവം എൻ്റെ വായിന്ന് വന്നപ്പോഴേക്ക് ഇങ്ങനെ കടിച്ചു കയറാൻ കാത്തിരിക്കുന്ന ചെന്നായിക്കളെ പോലെ കുറേ എണ്ണോട്, അതായത് ഇവന്മാർ വെറുതെ വന്നിട്ട് ഇവരെന്താ പറയുന്നത് അറിയോ? ഇവരൊരു സംഭവം എന്ന് വെച്ചാൽ ഞാൻ ഫോളോവേഴ്സ് കൂട്ടാൻ വേണ്ടിയിട്ട് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ഇവർ പറയുന്നത്. ഒന്നാമത്തെ കാര്യം, ഞാൻ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന ഫ്രണ്ട്സ് എനിക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാനവിടെ ഹോൾഡ് ചെയ്ത് നോക്കിയത്. ഓക്കെ, ഞാൻ ഇതുവരെ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്തിട്ടില്ല, പലസ്തീനെ തന്നെ ഇത്രയും കാലം സപ്പോർട്ട് ചെയ്തത്. ഓക്കെ, പിന്നെ എന്തോ ഒരു മെയിൻ കാര്യം ഞാൻ പറയാൻ വന്നല്ലോ. ഫോളോവേഴ്സ് കൂട്ടാനെന്ന് ഞാൻ ഫോളോവേഴ്സ് കൂട്ടാൻ വേണ്ടി ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്തെന്ന് പറയുന്ന ആൾക്കാർ ഇത്രയും കാലമായിട്ട് ഈ 3 വർഷത്തിൻ്റെ ഇടയ്ക്ക് ഞാൻ സ്ട്രീമിൻ്റെ ഇടയ്ക്ക് അത്ര പ്രാവശ്യം ഞാൻ പോൾ ഇട്ടിട്ടുണ്ടോ? ഇസ്രായേൽ വേഴ്സസ് പലസ്തീൻ പോൾ ഞാൻ അത്ര പ്രാവശ്യം ഇട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ഞാൻ അത്ര പ്രാവശ്യം സംസാരിച്ചിട്ടുണ്ടാവും. ഒരു 100 വട്ടം ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പോഴെല്ലാം ഒരു 99% ആൾക്കാരും പലസ്തീന് സപ്പോർട്ടും 1% ആൾക്കാർ ഇസ്രായേൽ സപ്പോർട്ടാണ്. ഈ 1% ആൾക്കാരെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാൻ എന്തിനാ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുക? അല്ല, ഫോളോവേഴ്സ് കൂട്ടാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഈ 1% ആൾക്കാരെ ഞാൻ എന്തിനു സപ്പോർട്ട് ചെയ്യണം? നിങ്ങളെന്താ പറയുന്നത്? എടാ ഞാനൊരു മുസ്ലിമാണ്. ഓക്കെ, ബ്രോ, മുസ്ലിം. നിങ്ങളത് മറന്നു പോകുന്നുണ്ടോ? എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ എന്ത് വിചാരിച്ചിട്ടാണ് ഞാൻ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് പറയുന്നത്? തൊപ്പി പറഞ്ഞതിൽ തെറ്റുണ്ട്, ഇറ്റ്സ് ഓക്കെ, വി നോ യു എന്ന് പറയുന്നുണ്ട്. മോനെ, പറഞ്ഞതിൽ തെറ്റ്, അതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇത്രയും കാലം ഞാൻ ഇത് പറയുമ്പോൾ എല്ലാം ഫസ്റ്റ് ഇതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ തന്നെ പച്ചത്തെറിയാമെന്ന് ഞാൻ ഇസ്രായേലിനെ പറയാം. ഓക്കെ, ഫലസ്തീനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ പണ്ടത്തെ എൻ്റെ ഒരു ഇതറിയാമല്ലോ, എന്ത് പറഞ്ഞാലും ഫസ്റ്റ് ഞാൻ എന്തെങ്കിലും എനിക്ക് ദേഷ്യമുള്ളൊരു കാര്യമുണ്ട് ആദ്യം തെറി പറയുക. ഓക്കെ, പക്ഷേ ഇത്തവണ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുറച്ച് ദിവസം മുന്നേ കുറച്ച് ആൾക്കാരല്ല, കുറച്ച് ആൾക്കാർ ഒരു ഗ്യാങ്ങാണ്. ഓക്കെ, അതിൽ ഒരാൾ എന്നെ അത്രയും ഇഷ്ടമുള്ള ഒരാൾ, എനിക്ക് അത്രയും ഞാനൊരു കമ്പനിയായി, ഇപ്പോൾ ഷമീറിനെല്ലാം പോലെ ഞാൻ അത്രയും കമ്പനിയായ ഒരാൾ, ഇയാൾ ഇസ്രായേലിനെ സപ്പോർട്ടറാണെന്ന് അറിഞ്ഞിട്ടല്ല ഞാൻ ഇയാളെ ഫ്രണ്ടായത്. ഓക്കെ, ഇത് എനിക്ക് ഏറ്റവും വലിയ എൻ്റെ മൈൻഡിലുള്ള ഏറ്റവും വലിയൊരു കൺഫ്യൂഷനാണ്. ഞാൻ ഇതെന്താ ചെയ്യേണ്ടതെന്ന് നിങ്ങൾ പറ. ഓക്കെ, ഈ അടുത്തായിട്ട് ഞാൻ പരിചയപ്പെട്ട ഒരാൾ, ഓക്കെ, അത്രയും എനിക്ക് വേണ്ടി മരിക്കാൻ തയ്യാറാകുന്ന ഒരാൾ, അങ്ങനെ ഒരാൾ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇയാളെ ഞാൻ എന്ത് ചെയ്യണം? അതായത് ഇയാളെ തെറി വിളിച്ച് ഒഴിവാക്കാൻ പറ്റും. പെട്ടെന്നൊരു ദിവസം ഞാൻ വിളിച്ച് മോടാ എനിക്ക് നിന്നെ ഇതാക്കാൻ പറ്റില്ല പറഞ്ഞിട്ട് തെറി വിളിച്ച് ഞാൻ ഒഴിവാക്കണോ? അതോ 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ ഇയാളെ തെറി വിളിച്ച് ഇപ്പം ഈ സ്പോട്ടിൽ ഞാൻ ഒഴിവാക്കണം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അയാളെ പറഞ്ഞ് മനസ്സിലാക്കണം. അതായത് പലസ്തീൻ്റെ അവസ്ഥ ഇതാണ്, ഇങ്ങനെയാണ് കാര്യങ്ങൾ,
ഇതാണ് സംഭവം എന്ന് പറഞ്ഞിട്ടുള്ള ലെവലിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. ഈ 2 ഓപ്ഷനാണ് ഉള്ളത്. ഒന്നെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് അവിടെ വെക്കണം, അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് മൊത്തമായിട്ട് കട്ട് ചെയ്ത് വിടണം. അല്ല, ഒന്നെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യണം, അല്ലെങ്കിൽ ഒന്നിനും ട്രൈ ചെയ്യാണ്ട് ഒന്നിനും നിൽക്കാണ്ട് സ്കിപ്പ് ചെയ്യണം. സ്കിപ്പ് ഓർ കീപ്പ്, ചാറ്റ് പറ. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇതെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കഴിഞ്ഞ ലൈവിൽ ഇങ്ങനെ പെട്ടെന്ന് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ കൺഫ്യൂസ്ഡ് ആയി. അതെൻ്റെ തെറ്റാണ്. ഓക്കെ, ഐ എം റിയലി സോറി. ആ കാര്യത്തിൽ ഞാൻ ശരിക്കും സോറി. ഞാൻ പെട്ടെന്ന് എൻ്റെ മൈൻഡിൽ പുള്ളീൻ്റെ ഒരിത് വന്ന് മനസ്സിലായോ, പെട്ടെന്ന് കൺഫ്യൂസ്ഡായി. ഇതിപ്പോൾ ഒന്നാമത്തെ കാര്യം, ഞാൻ മറ്റേ ലൊട്ടകളെ പോലെ ഈ വീഡിയോ റെക്കോർഡ് ചെയ്ത് വെച്ച് എഴുതി വെച്ച് സ്ക്രിപ്റ്റ് എഴുതി പഠിച്ച് 10 ടേക്ക് എടുത്ത് കുറേ ട്രൈ ചെയ്തിട്ട് വീഡിയോ വന്ന് ചെയ്യുന്നതല്ല. ഞാൻ ലൈവിലാണ് കാര്യങ്ങൾ പറയുന്നത്. സ്പോട്ടിൽ ഇപ്പോൾ ഒരു സൂപ്പർ ചാറ്റ് ഇവിടുന്ന് വരുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് നോക്കുമ്പോൾ അത് കാണാം. അതിന് പെട്ടെന്ന് സ്പോട്ടിൽ എനിക്ക് ഉത്തരം പറയണം. ഓക്കെ, പെട്ടെന്ന് അത് കേട്ടപ്പോൾ പെട്ടെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പെട്ടെന്ന് കൺഫ്യൂസ്ഡായി. മനസ്സിലാവും. പെട്ടെന്ന് എനിക്കൊരു സത്യം പറഞ്ഞാൽ ഞാനൊരു പേടിയുണ്ടായി. ഞാൻ പേടിച്ചു. ശരിയാണ്, ഞാൻ പേടിച്ചു. ഓക്കെ, പെട്ടെന്ന് അത് കേട്ടപ്പോൾ ഞാൻ പേടിച്ചു. ഈ പുള്ളീനെ വെറുപ്പിച്ച എനിക്ക് ഡേഞ്ചറാണെന്നല്ലോ. മീൻസ് എടാ ഞാനൊരു കാര്യം പറയട്ടെ, ഈ സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് വലിയ പേടിക്കാനില്ല. ഞാനെന്ന് പറഞ്ഞാൽ ഞാൻ റിയൽ ലൈഫിൽ ആൾക്കാരായിട്ട് കണക്റ്റഡ് ആണ്. അതും പവർഫുൾ പീപ്പിളായിട്ട് ഞാൻ കണക്റ്റഡ് ആണ്. ഇവന്മാരെന്നല്ല, അതിൽ ഒരാളെ കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഈ പുള്ളീനെ വെറുപ്പിച്ച് എനിക്കെന്തെങ്കിലും ഇതായി പോകുന്നുള്ള പേടി എനിക്കവിടെ വന്നു. അല്ലാണ്ട് ഞാൻ ഒരിക്കലും എൻ്റെ മനസ്സിൽ ഒരിക്കലും ഒരു മുസ്ലിമിന്, ഞാൻ ഒറ്റ കാര്യം ചോദിക്കാം, വേറെ എല്ലാം പോട്ടെ, ഒരു മുസ്ലിമിനെ എങ്ങനെ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും? മുസ്ലിം എന്നുള്ളത് പോട്ടെ, കുട്ടികളെ കൊല്ലുന്ന ഒരു രാജ്യത്തിനാണ് ഒരു സാധാരണ ഇൻഫ്ലുവൻസർ, യൂട്യൂബർ, ഈ സാധനമെല്ലാം പോട്ടെ, ഒരു നോർമൽ സാധാ ഡേ ടു ഡേ ജോബ് ചെയ്ത് നടക്കുന്ന ഒരാൾക്ക് സമ്മതിക്കാൻ പറ്റുമോ ഈ കുട്ടികളെ കൊല്ലുന്നത്? ഇല്ല. ഞാനെങ്ങനെ പിന്നെ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നത്? ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നത് അതിൻ്റെ അർത്ഥം ഞാൻ കുട്ടികളെ കൊല്ലുന്നത് സപ്പോർട്ട് ചെയ്യുന്നതല്ലേ? ഞാൻ അങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ ഞാൻ എന്താ പൊട്ടനാണ്? ഞാൻ ബുദ്ധിയില്ല എനിക്ക്. അതിനെ സപ്പോർട്ട് ചെയ്താൽ ഇത്രയും പ്രശ്നം വരുമെന്ന് എനിക്കറിയില്ലേ? ഞാനിത് സംസാരിക്കണം. കഴിഞ്ഞ ലൈവിൽ ഞാൻ ഇതിൻ്റെ ഉത്തരം പറയുമ്പോൾ ഞാൻ ചിന്തിക്കുന്നില്ല ഞാൻ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നുള്ള ലെവലിലാണ് നിങ്ങളത് എടുക്കുകയെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. മനസ്സിലാവും? തൊപ്പി ഡോണ്ട് ബി സാഡ്, ഐ ആം ഓൾവേസ് വിത്ത് യു എന്നോ? ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ ഫുഡ് കഴിച്ചിട്ടില്ല ഇന്നലെ മുതൽ. ഞാൻ ഉള്ള പോലെ അറിയാം, ഇന്നലെ മുതൽ ഞാൻ ഫുഡ് കഴിച്ചിട്ടില്ല. കാരണം ഞാൻ ചെറുപ്പം മുതൽ ഞാനൊരു കാര്യം പറ്റേ, ഇപ്പം പലസ്തീനെ സപ്പോർട്ട് ചെയ്യുന്നവരെല്ലാം ഇപ്പം അത് പലസ്തീൻ്റെ ഇഷ്യൂ അറിയുന്നത്. നീ 1-2 കൊല്ലത്തിനടുക്കുക, അല്ലെങ്കിൽ ഗാസക്ക് ശേഷമാണ് ഇവർ പലസ്തീൻ്റെ ഇഷ്യൂ അറിയുന്നത്. നമ്മൾ തന്നെ പറഞ്ഞാൽ ചെറുപ്പം മുതൽ ഉപ്പയും പഠിപ്പിക്കുന്ന പലസ്തീൻ പോലല്ല, പലസ്തീൻ എന്നുള്ള വാക്കല്ല. ഇപ്പം ഇൻസ്റ്റാഗ്രാമിൽ ഹാഷ്ടാഗ് വരുമ്പോൾ പലസ്തീൻ സപ്പോർട്ട് പലസ്തീൻ എന്നുള്ളത് ഫലസ്തീൻ എന്നാണ് ഇതിനെ ശരിക്കും പറയാൻ. മനസ്സിലായി? ഇപ്പോൾ ചെറുപ്പത്തിൽ ദുആർക്കുമ്പോൾ നിസ്കരിച്ചതിന് ദുആർക്കുമ്പോൾ ഉപ്പയും പഠിപ്പിക്കുന്നതാണ് ഏത് ഫലസ്തീന് വേണ്ടി ദുആർക്കാൻ. മനസ്സിലാവും? നമ്മളെല്ലാം അങ്ങനെ പഠിച്ചിട്ട് വന്നതാണ്. ഓക്കെ, ഇപ്പോൾ പെട്ടെന്ന് ഒരു സ്ട്രീമിൽ പെട്ടെന്നൊരു ചോദ്യം വന്നപ്പോൾ ഞാൻ കൺഫ്യൂസ്ഡായി. ഞാൻ മണ്ടത്തരം എൻ്റെ വായിന്ന് വന്നുപോയി. ശരിയാണ്. ഓക്കെ, അതിന് റിയലി സോറി. അത് ആർക്കെങ്കിലും അങ്ങനത്തെ ഒരു ഞാൻ അങ്ങനെ ഒരു ഇസ്രായേൽ സപ്പോർട്ടറാണെന്ന് ഒരു നിമിഷമെങ്കിലും നിങ്ങൾ ചിന്തിച്ചു പോയെങ്കിൽ ഐ എം റിയലി സോറി. ഐ എം എ മുസ്ലിം, ഐ ഡോണ്ട് സപ്പോർട്ട് ഇസ്രായേൽ. ഓക്കെ, എഡ്യൂക്കേറ്റ് യുവർ സെൽഫ് ആൻഡ് എഡ്യൂക്കേറ്റ് അതേഴ്സ്. ഒരു മിനിറ്റ്, ഞാനൊരു കാര്യം പറയട്ടെ. ഒന്നാമത്തെ കാര്യം, ഇവിടെ നമ്മളെ ഈ ഇതിലുള്ള നമ്മൾ ഈ കൂട്ടത്തിലുള്ള ആരും പൊളിറ്റിക്സോ ഇതോ അല്ല, പൊളിറ്റിക്സ് അതിനെക്കുറിച്ച് പറയാൻ പറ്റില്ല എന്നാണ് പറയുക. ഓക്കെ, ഈ കാര്യങ്ങളെക്കുറിച്ചൊന്നും ചിന്തിക്കാണ്ട് നമ്മളെ ഗെയിം കളിക്കുന്നു, നമ്മളെ വേൾഡിൽ ഇങ്ങനെ ജീവിച്ചു പോകുന്നത്. അപ്പോൾ നമ്മളോട് പെട്ടെന്ന് ഇങ്ങനത്തെ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ നമ്മൾ കൺഫ്യൂസ്ഡ് ആവും. മനസ്സിലാവും? അതെൻ്റെ അറിവില്ലായ്മ എന്ന് വിചാരിക്കുക, അത്രേ ഉള്ളൂ. പിന്നെ വേറൊരു മെയിൻ കാര്യം ഓക്കെ, പോൾ എടാ, പോൾ ഇടേണ്ട കാര്യം പോലും. നമ്മൾ മുമ്പ് എത്ര പ്രാവശ്യം പോൾ ഇട്ടതാ ഒന്ന് ആലോചിച്ച് നോക്ക്. എടാ, ഇത് പണ്ട് മുതൽ ഇതെന്താ സംഭവം അറിയാം, പണ്ട് മുതൽ ലൈവ് കാണുന്ന ആൾക്കാർ കുറവാണ്. ഇപ്പോൾ പുതിയ വ്യൂവേഴ്സാണ് അധികം. ഇവർക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല. ഞാൻ മുന്നേ ലോക്കോയിലെ ലൈവ് ചെയ്യാൻ തുടങ്ങുന്ന ടൈം മുതൽ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക്, ലൈവ് കാണുന്ന ആൾക്കാർക്ക് അറിയാം. ഓക്കെ, ലോക്കോയിലും കിക്കിലും റൂട്ടറിലെല്ലാം പിന്നെ ഇപ്പാണ്. ലോക്കോയിലും കിക്കിലെല്ലാം സ്ട്രീം ചെയ്യുന്ന ടൈം മുതൽ ഉള്ളവർക്ക് അറിയാം. ആ ടൈം നമ്മൾ എത്ര പലസ്തീനെ സപ്പോർട്ട് ചെയ്ത് എത്ര സംസാരിച്ചിട്ടുണ്ട്, എത്ര പൈസ ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവന്മാരെല്ലാം ഇത് മെയിനായിട്ട് പറയാനുള്ളൊരു കാര്യമാണ്. ഇവന്മാരെല്ലാം ഈ ഹെയ്റ്റേഴ്സ്, ഈ വീഡിയോ ഉണ്ടാക്കി ഇടുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, ഇവരെന്താ പറയുന്നത് അറിയോ? ഇവർ മൊത്തം വളച്ചൊടിക്കുന്ന കാര്യങ്ങൾ ഇസ്രായേൽ നോ ദ സ്റ്റോറി ബിഫോർ യു സ്പീക്ക് എന്ന. എടാ, നിനക്ക് ഇതിൻ്റെ സ്റ്റോറി അറിയോ?
നീ എന്നെ പഠിപ്പിക്കാൻ നിൽക്കുന്നത്. എടാ മുത്തേ, ഇതിൻ്റെ സ്റ്റോറി അറിയാത്തതുകൊണ്ടോ ഇതിനെക്കുറിച്ച് അറിയാത്തതുകൊണ്ടോ അല്ല, ഞാൻ പെട്ടെന്ന് കൺഫ്യൂസ്ഡ് ആയിപ്പോയി. അതെൻ്റെ തെറ്റാന്ന് പറഞ്ഞ് ഞാൻ സോറി പറഞ്ഞു. ഓക്കെ, പോൾ പ്ലീസ് എന്ന് പറയുന്നുണ്ട്. പോള് ചെയ്യണോ? എടാ പോള് ചെയ്യാണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാം, എനിക്കും അറിയാം 99% പലസ്തീൻ തന്നെ സപ്പോർട്ട് വരാൻ പോകുന്നത്. പിന്നെ ഇവരെന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, ഇവരെന്തിൻ്റെ ഇതിലാണ് ചില ആൾക്കാർ വീഡിയോ എടുത്ത് വിടുമ്പോൾ നിൽക്കുക വീഡിയോ നമുക്ക് പ്ലേ ചെയ്യാം, അതാണ് നല്ലത്. കാരണം നമുക്ക് ഈ പുള്ളീൻ്റെ വീഡിയോ ഒന്ന് കാണും. ഈ പുള്ളി പറയുന്ന കാര്യങ്ങൾ വളച്ചൊടിക്കുന്ന കണ്ട മുത്തനക്ക് കണ്ടിട്ട് സങ്കടമായിപ്പോയി. കാരണം എന്ന് വെച്ചാൽ ഞാൻ അത്രയും പലസ്തീനെ സപ്പോർട്ട് ചെയ്ത് അത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് അത്രയും സപ്പോർട്ട് ചെയ്ത് ഇവരെങ്ങനെ ഇതാ വളച്ചൊടിക്കുന്നത് വ്യൂസിന് വേണ്ടിയിട്ട്. ഇവരൊന്നല്ല, വേറെയും കുറേ ആൾക്കാരാണ്. എനിക്ക് ഇപ്പോൾ ലാസ്റ്റ് കിട്ടിയത് ഇതാണ്. ഓക്കെ, ഇതിപ്പോൾ ലാസ്റ്റ് ഈ ഒരു 5-6 മണിക്കൂർ മുമ്പ് കിട്ടിയത് ഇതാണ്. ഓക്കെ, ഇതൊന്ന് കാണും. തൊപ്പി, ഈ ഒറ്റ സ്റ്റേറ്റ്മെന്റിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നീ തീർന്നു എന്ന് ഞാൻ പറയും. കാരണം വേറൊന്നും കൊണ്ടല്ല, ചിലപ്പോൾ നിനക്ക് ഇനിയും വ്യൂസ് വന്നേക്കാം, ഇനിയും ഇപ്പോഴുള്ളതിനേക്കാൾ കൂടുതൽ ഫോളോവേഴ്സ് വന്നേക്കാം. പക്ഷേ അതിനേക്കാളൊക്കെ അപ്പുറമാണ് തൊപ്പി നിലപാടെന്ന് പറയുന്ന സാധനം. അതിനു മുമ്പ് ഈ വീഡിയോ ഒന്ന് കാണാം, എന്നിട്ട് നമുക്ക് പ്രതികരിക്കാം. പലസ്തീൻകാരിൽ നമ്മൾ എല്ലാം ഇങ്ങനെ അറിയിച്ച് ചെയ്യണമെന്നില്ലല്ലോ, നമ്മളെ അതിന് കണക്കായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെന്ന് വെച്ചാൽ ഇവിടെ വരുന്ന അല്ലെങ്കിൽ നമുക്ക് അറിയുന്ന ആൾക്കാരിൽ പലരും പല പക്ഷത്താണ്. മനസ്സിലായി, ചില ആൾ ഇസ്രായേലിന്റെ പക്കത്താണ്, ചില ആൾ പലസ്തീന്റെ പക്കത്താണ്. അപ്പൊ നമ്മൾ പബ്ലിക്കില് ഇതൊന്നും സംസാരിക്കാണ്ടിരിക്കുന്നത് നല്ലത്. മനസ്സിലായി, എന്നെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ എന്റെ അത്രയും ക്ലോസ് ആയിട്ട് ഒന്നും ചിന്തിക്കാണ്ട് ഒറ്റ അടിക്കങ്ങ് പറയണമായിരുന്നടാ. ഞാനില്ല ഒന്നും ചിന്തിക്കാണ്ട് ഞാൻ അത് ഹോൾഡ് ചെയ്ത് വെച്ച്. അവിടെ നമ്മൾ ഗെയിംസും കാര്യങ്ങളും കളിക്കാൻ പോയത്, അതുകൊണ്ട് പിന്നെ സംസാരിക്കാന്നുള്ള ലെവലിൽ ഞാൻ അവിടെ ഹോൾഡ് ചെയ്ത് വെച്ച്. സംസാരിക്കുന്നുണ്ടെങ്കിൽ കട്ടക്ക് പറയണം, ഇത് വൻ റിസ്ക്കും കാര്യങ്ങളും അതിലുള്ളതാണ്. ഓക്കെ, കട്ടക്ക് പറയണമെന്നുള്ള ലെവലിൽ ഞാൻ അവിടെ ഹോൾഡ് ചെയ്ത് വെച്ച്. അതാണ് അവിടെ പറ്റിയത്. അങ്ങനെ തന്നെ പച്ചക്ക് അങ്ങ് തുറന്നും പറയണേനു ആയിട്ടുള്ള പല ആൾക്കാരും പലസ്തീനെ അല്ല ഇസ്രായേലിനെ സപ്പോർട്ടാണ്. അതൊന്നും വിചാരിച്ചിട്ട് എനിക്ക് അവരെ ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. മനസ്സിലാവും, അവരെ ഉറപ്പിക്കാനും പറ്റൂല. അപ്പൊ നിന്റെ പേടി എന്താണെന്ന് അറിയോ തൊപ്പി? ഞാൻ പറഞ്ഞത് ഇത് കേൾക്കണം. ഞാൻ പറഞ്ഞത് എൻ്റെ കൂടെ ഉള്ള ഒരാൾ, ഓക്കെ, പുള്ളീനെ ഞാൻ ഇപ്പം ഇസ്രായേലിൽ എതിർത്ത് പറയുന്നുണ്ടെങ്കിൽ കട്ടക്ക് തെറി വിളിക്കണം. അപ്പോൾ തെറി വിളിക്കുമ്പോൾ പുള്ളീനെ തെറി വിളിച്ചെന്നുള്ള ഫീല് വന്ന് എന്തെങ്കിലും ചെയ്തോളുള്ള പേടിയിലാണ് ഞാനതവിടെ ഹോൾഡ് ചെയ്ത് വെച്ചത്. ഓക്കെ, ഇയാൾ പറയുന്ന നോക്കിയാൽ ഇസ്രായേലിന്റെ നരനായാട്ടിനെതിരെ സംസാരിച്ചു കഴിഞ്ഞാൽ നിന്റെ ഫോളോവേഴ്സ്, നിന്റെ ലൈക്ക്, നിനക്ക് കിട്ടുന്ന റവന്യൂ അതൊക്കെ കുറഞ്ഞു പോകുമെന്ന് നീ നോക്കിയാൽ വളച്ചൊടിക്കുന്ന രീതി നോക്കിയാൽ ഫോളോവേഴ്സ്. എടാ ഖാദർ എന്ന് ഇയാളെ പേര്. ഖാദറിന് അറിയാം ഇതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ തിരിച്ചാന്ന് ഖാദറിന് അറിയാം. എന്നിട്ട് ഇത് നേരെ ഉൾട്ടയായിട്ടാണ് സംസാരിക്കുന്നത്. ഓക്കെ, നേരെ ഉൾട്ടയായിട്ടാണ് സംസാരിക്കുന്നത്. ഭയപ്പെട്ടു. അവിടെ നീ എന്ന് പറയുന്ന മനുഷ്യൻ തീർന്നു എന്നുള്ളതാണ്. ഒരാളുടെ വ്യക്തിത്വം എന്ന് പറയുന്നത് അയാളുടെ നിലപാടാണ് തൊപ്പി. ഞാൻ ഇവിടെ വെച്ച് പറയുന്നു, എൻ്റെ വീഡിയോ കാണുന്നവരിൽ ക്രിസ്ത്യാനികളുണ്ട്, മുസ്ലിങ്ങളുണ്ട്, ഹിന്ദുക്കളുണ്ട്, മതമുള്ളവരുണ്ട്, മതമില്ലാത്തവരുണ്ട്, പല ലിംഗത്തിലുള്ള ആളുകളുണ്ട്. അവരെയൊക്കെ സാക്ഷി നിർത്തി പറയാണ്, ഞാൻ ഫലസ്തീൻ ജനതയെ സപ്പോർട്ട് ചെയ്യുന്നു. ഇസ്രയേൽ എന്ന് പറയുന്ന കൊലയാളി രാഷ്ട്രത്തോട് എല്ലാ വിയോജിപ്പുകളും പ്രകടിപ്പിക്കുന്നു. ആ വിയോജിപ്പ് പ്രകടിപ്പിച്ചതിൻ്റെ പേരിൽ എൻ്റെ ഒരു സബ്സ്ക്രൈബേഴ്സ് എന്നല്ല, എനിക്ക് യൂട്യൂബിലുള്ള 18 ലക്ഷത്തോളം വരുന്ന ഫോളോവേഴ്സ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പോട്ടെ എന്ന് വെക്കും. ബ്രോ, ഒരാൾ പോലും ഫലസ്തീനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചാൽ ഒരാൾ പോലും അൺഫോളോ ചെയ്യില്ല. അത് ഖാദറിന് അറിയാം. ഓക്കെ, ഇങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്. ഇതേപോലെ വേറൊരുത്തനുണ്ട്, വേറൊരു ചങ്ങായിണ്ട്. ഓൻ വീഡിയോ ഇടുന്ന എങ്ങനെ അറിയോ? കുറേ ഫേക്ക് സ്ക്രീൻഷോട്ട് കാണിക്കും, അൺഫോളോഡ്. ഓക്കെ, 2000 ആൾക്കാർ തന്നെ അൺഫോളോഡ് എന്ന് പറഞ്ഞൊരു സ്ക്രീൻഷോട്ട് കാണിക്കും. അതായത് ഫലസ്തീനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചാൽ ഇവന് 10-100K ഫോളോവേഴ്സ് എക്സ്ട്രാ കയറുന്നല്ലാണ്ട് ഒരാൾ ഒരു അൺഫോളോ ചെയ്യൂല. ഓക്കെ, ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന വളരെ ചുരുക്കം 1%. അതായത് മൊത്തം കേരളത്തിൽ എടുത്ത് നോക്കിയ ഒരു 500 ആൾക്കാരെ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യാനുണ്ടാവും. ഓക്കെ, അത് ആൾക്കാർക്കും അറിയാം, ഇവനക്കും അറിയാം. പക്ഷെ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് വെറുതെ പറയാം. വേറൊരുത്തണ്ട് ഇതേപോലെ അൺഫോളോ ചെയ്തെന്ന് പറഞ്ഞിട്ട് ഈ സ്ക്രീൻഷോട്ട് ഇടുന്നൊരുത്തൻ. കാരണം മാത്രം ദ്രോഹിച്ചിട്ടുണ്ട് ആ പാവപ്പെട്ട മനുഷ്യരെ. ചെറിയ കുട്ടികളെ കൊല്ലുന്നവരെയാണ് തൊപ്പി നീ നിസ്സാരവൽക്കരിക്കുന്നുള്ളത്. കുട്ടികളെ കൊല്ലുന്നവരെ ഞാൻ സപ്പോർട്ട് ചെയ്ത് ഇത് കഴിഞ്ഞ ആൾ പറയുന്നുണ്ട് കുട്ടികളെ കൊല്ലുന്നവരെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ എന്താടാ പറയുന്നത്? ഇതാ കേൾക്കുമ്പോൾ എനിക്ക് വിഷമം ഉണ്ടാവില്ലേ? നിങ്ങൾ എന്താ പറയുന്നത്? ഞാൻ ഒരു മുസ്ലിം അല്ലടാ. നിങ്ങൾ എന്നെക്കുറിച്ചാണ് പറയുന്നത് ഫലസ്തീനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത്, ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന്. എങ്ങനെയല്ലാടാ വളച്ചൊടിക്കുന്നത്?
നാണവും മാനും ഇല്ലാത്ത വർത്താനം. വേറെത്തണ്ട് ഇവനല്ല, വേറെത്തനുണ്ടടാ, വേറെത്തൻ കട്ടക്ക് വളച്ചോടിക്കുന്നുണ്ട്. ഇവനൊരു മയത്തിലാണ് വളച്ചോടിക്കുന്നത്. കാരണം ഇവന് എല്ലാവർക്കും അറിയാം തൊപ്പി എന്നുള്ള പേരിൽ ഇട്ടാൽ മാത്രമേ ഇതിന് മില്യൺ കയറുമെന്ന് ഇവന്മാർക്ക് അറിയാം. ഓക്കെ, ഇനി ഇത് പറയുമ്പം കറക്റ്റ് ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ പറയാം. അല്ലാണ്ട് സംഭവം ഇയാൾ പറയുന്നതെല്ലാം ശരി തന്നെ, പക്ഷെ എന്നെക്കുറിച്ച് പറയുന്ന കാര്യത്തിൽ ക്ലിയർ ആക്കുക. അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് സംസാരിച്ചാൽ അൺഫോളോ വരും. അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ സൂക്ഷിക്കുക. ഓക്കെ, കാരണം ഇയാൾക്ക് അറിയാം പലസ്തീനെ കുറിച്ച് സംസാരിച്ചാൽ ഫോളോവേഴ്സ് കൂടെയും കുറയൂല എന്നറിയാം. പിന്നെ ആരെ കാണിക്കാൻ ഈ പറ്റിക്കല്? ചിലപ്പോൾ ഇതിനു മുമ്പ് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാകാം, ഫ്രീ പാലസ്തീൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാകാം. പക്ഷെ ഫ്രീ പലസ്തീനിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടാകണം. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ പറയുന്ന ആൾക്കാരെല്ലാം എത്ര പൈസ ഗാസക്ക് വേണ്ടി ഡൊണേറ്റ് ചെയ്തെന്നൊന്ന് ചോദിക്കണം. മനസ്സിലാ? അതല്ല നിലപാടെന്ന് പറയുന്നത്. കുട്ടികളെ കൊല്ലുന്നവരെ, നീ ഇപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് അറിയോ? കുട്ടികളെ കൊല്ലുന്നവരില്ലേ, ആ കുട്ടികളെ കൊല്ലുന്നതുമായി ബന്ധപ്പെട്ട് നിന്റെ ഫാൻസിൽ 2 അഭിപ്രായമുണ്ട് എന്നാണ് നീ പറഞ്ഞത്. എൻ്റെ ഫാൻസിൽ 2 അഭിപ്രായം ഉണ്ട് എന്നല്ല ബ്രോ ഞാൻ പറഞ്ഞത്. ഇവനെ അറിയാതെ ഞാൻ ഇവനോട് എന്തിനാ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? ഇവനറിയാം. ഞാൻ പറഞ്ഞത് എൻ്റെ ക്ലോസ് ആയിട്ടുള്ള എൻ്റെ ഫ്രണ്ട് സർക്കിളിലുള്ള ആളെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇവന് നേരെ ഇത് മാറ്റിയിട്ട് എൻ്റെ ഫോളോവേഴ്സിലേക്ക് മാറ്റി, എൻ്റെ ഫാൻസിൽ 2 അഭിപ്രായം ഉണ്ട് എന്നുള്ള ലെവലിലേക്ക് വളച്ചൊടിച്ച്. മനസ്സിലാവും അതിൻ്റെ ചുരുക്കം. അങ്ങനെ 2 അഭിപ്രായമുണ്ട് എങ്കിൽ ആ അഭിപ്രായം എന്താണ്? ഒരു കൂട്ടർ പറയാണ് കുട്ടികളെ കൊല്ലുന്നത് ശരിയാണ്, മറ്റൊരു കൂട്ടർ പറയാണ് കുട്ടികളെ കൊല്ലുന്നത് ശരിയല്ല. എന്നിട്ട് നീ പറയാണ് അതുകൊണ്ട് എനിക്ക് അഭിപ്രായമില്ല. എന്ത് നെറികേടാണ്! ഇങ്ങനെയൊക്കെ ജീവിച്ചിട്ട് എന്ത് കാര്യമാണ്? തുറന്ന് പറയാൻ പഠിക്കും തൊപ്പി. അന്തസ്സോടെ പറ. ഏറ്റവും വലിയ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ഒരാളെന്നുള്ള നിലക്ക് നീ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓക്കെ. ചാറ്റ് ഞാൻ ചോദിക്കട്ടെ എന്നെ ഇഷ്ടമുള്ള ഒരാൾക്ക് വേണ്ടിയിട്ടാണ് ഞാനതൊന്നും സംസാരിക്കുന്നില്ല എന്ന് ഇതാക്കിയത്. ഞാനിപ്പം എല്ലാം വിട്ട് കറക്റ്റ് ഞാൻ ഇപ്പം തന്നെ മൊത്തം എല്ലാം വിട്ടിട്ട് നേരെ ഇത് പറയട്ടെ, തുറന്ന് പറയട്ടെ. ചാറ്റ് പറ. അത് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ അയാളെ വെറുപ്പിക്കുക. അയാളെ വെറുപ്പിച്ചെന്ന് മീൻസ് എനിക്ക് വൻ ഡേഞ്ചറാണ്. വൻ ഡേഞ്ചർ എന്ന് പറഞ്ഞാൽ ഭയങ്കര പവർഫുള്ളായിട്ടുള്ള ആൾക്കാരുമായിട്ട് ഹോൾഡുള്ള മനുഷ്യനാണ്. ഓക്കെ, അപ്പോൾ ഇയാൾ വെറുപ്പിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കരം ഞാൻ എടുക്കുന്ന റിസ്ക് ആയിരിക്കും. 2 ഓപ്ഷനുള്ളൂ. ഒന്നെങ്കിൽ ഇയാളെ വെറുപ്പിച്ചിട്ട് അങ്ങനെ തന്നെ സ്കിപ്പ് ചെയ്യുക. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്തിട്ട് തന്നെ ഇയാളെ പറഞ്ഞ് മനസ്സിലാക്കുക. ഓക്കെ, ഇതാണ് കാര്യം, പലസ്തീനിൽ ഇങ്ങനെയാണ് കാര്യങ്ങൾ, ഇതെന്താ ചെയ്യേണ്ടത്? ഞാൻ ഒരു കാര്യം പറ്റേ, ഞാൻ ഈ 2-3 കൊല്ലം ഇങ്ങനെ സ്ട്രീം ചെയ്ത് എല്ലാ കാര്യത്തിലും ആൾക്കാരുടെ അഭിപ്രായം ചോദിച്ചിട്ട് ചെയ്ത് ഞാൻ ശീലിച്ചു പോയി. ഓക്കെ, എനിക്ക് ഒപ്പീനിയൻ എടുത്ത് ചാറ്റിനോട് ചോദിച്ച് കാര്യങ്ങൾ ചെയ്ത് ഞാൻ ശീലിച്ചു പോയി. ഞാൻ ഈ വേൾഡിൽ പെട്ടുപോയി. ഓക്കെ, നിങ്ങൾ പറയുന്നതാണ് എനിക്ക് ശരി. ഓക്കെ, ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളത് ചാറ്റ് പറ. എന്ത് ചെയ്യണം എന്നുള്ളത് ചാറ്റ് പറ. വലിയ പ്രതിഷേധമായിരിക്കും, പക്ഷേ നിന്നോടുള്ള എല്ലാ മമതയും ഈ ഒറ്റ വീഡിയോയിലൂടെ. ഒരു മമതയും ഇല്ല ബ്രോ. ഈ ഖാദർ കരിപ്പൊടിക്കൽ എന്ത് മമത! ഇവന്മാരൊരു സർക്കിൾ തന്നെ ഉണ്ട്, എൻ്റെ ഹേറ്റേഴ്സിൻ്റെ ഗ്രൂപ്പ്. നീ എന്താ പറയുന്നത്? മമത എന്തൊരു കള്ളത്തരങ്ങളാണ് ഇവർ പറയുന്നത്. എനിക്ക് പറയാനുള്ളത് സംഭവം പലസ്തീനെ സപ്പോർട്ട് ചെയ്യുന്നത് വേണം. ഓക്കെ, പക്ഷെ വേറൊരാളെ ചവിട്ടി താത്തിയിട്ട് സപ്പോർട്ട് ചെയ്തത്, അതായത് വേറൊരുത്തനെ ചവിട്ടി താത്തിയിട്ട്, അതായത് ഇയാൾ ചെയ്യുന്ന പരിപാടി എന്താ? ഇയാളെന്നല്ല, കുറേ എണ്ണം വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇവന്മാരെല്ലാവരും ചെയ്യുന്ന പരിപാടി എന്താ? ഈ ഒറ്റ സ്റ്റേറ്റ്മെന്റിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു മനസ്സിലാക്കുക. 1 2 നോ സ്കിപ്പ് ദിസ് ടോപ്പിക് സ്കിപ്പ് ചെയ്യണം. ടോപ്പിക്ക് സ്കിപ്പ് ചെയ്താൽ എനിക്ക് ഇന്നൊന്നും ചെയ്യാൻ പറ്റും. ഞാൻ ഒരു കാര്യം പറ്റേ, ഇന്ന് എനിക്ക് ഈ ടോപ്പിക്ക് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇന്ന് ഞാൻ ഒരു കാര്യം പറ്റേ, വേറെ ഒന്നിനും ഞാൻ ലിറ്ററലി എനിക്ക് സംസാരിക്കാൻ പോലും പറ്റാത്ത ലെവലിൽ ഞാൻ ഡൗൺ ആയിപ്പോയി ഇന്നത്തെ ദിവസം മൊത്തം. ഇന്നലെ മുതൽ, ഓക്കെ, ഇന്നലെ രാത്രി മുതൽ ഇന്നത്തെ ഈ രാത്രി വരെ. ഓക്കെ, ഈ ഫുള്ളി 24 hours ഞാൻ ഫുഡ് കഴിച്ചിട്ടില്ല. ഓക്കെ, ഞാൻ അങ്ങനെ ഡൗൺ ആയിപ്പോയി. കാരണം എന്ന് വെച്ചാൽ ഇവന്മാർ ഈ വെറുതെ ആളെ ഇതാക്കാൻ വേണ്ടിട്ട് എന്തെങ്കിലും കിട്ടണ്ടേന്ന് വെച്ചിട്ട് ഈ ചെന്നായ്ക്കളെ പോലെ കാത്തിരിക്കാന്നാ കുറേ എണ്ണം. മുത്തി എന്താടാ ഞാൻ ചെയ്യേണ്ടത്? Tupi, you are an entertainer. You don't need to explain these political things. Politics is your personal. No need to explain. Please stop explain. Please stop എന്നുള്ളതാണ്. അത് എനിക്ക് അതൊരു നിലപാടില്ല. എൻ്റെ മെയിൻ പ്രശ്നം എന്താ പറയുക, എൻ്റെ നിലപാടില്ല എന്ന് പറയുന്നതാണ് എൻ്റെ മെയിൻ പ്രശ്നം. ഓക്കെ, അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചത്. ഓക്കെ,
അതായത് എൻ്റെ ഉള്ളിൽ ഞാൻ ചിന്തിക്കുന്ന കാര്യങ്ങൾ എനിക്കിവിടെ പറയണമെന്ന് തോന്നി. ഓക്കെ, ഇവന്മാരെ പോലെ മറ്റേ പഠിച്ച് കുറേ സ്ക്രിപ്റ്റ് എഴുതി പഠിച്ച് 10-30 ടേക്ക് എടുത്ത് അതിലൊരു ടേക്ക് നന്നായി അതിൽ എന്തെല്ലാം തൊപ്പിനെ കുറിച്ച് എന്തെല്ലാം പറഞ്ഞാലാന്ന് റീച്ച് കൂടുക, തൊപ്പിൻ്റെ എന്തെല്ലാം ഹാഷ്ടാഗ് ആഡ് ചെയ്യണമെന്നെല്ലാം പ്ലാൻ ചെയ്ത് വീഡിയോ ഇടുന്നതല്ല. ഞാൻ ഇവിടെ ലൈവിലാണ് നിങ്ങളെ മുന്നിലുള്ളത്. ഇപ്പോൾ എത്ര സമയം? 11:02 സമയം, അല്ല 11:04 സമയം. ഈ ടൈം ഓൺ ടൈം നിങ്ങൾ ചോദിക്കുന്ന കാര്യത്തിൽ ഞാൻ നിങ്ങളോട് ഉത്തരം പറയാം. ഓക്കെ, അപ്പോൾ ഈ ലൈവിൽ കാര്യങ്ങൾ പറയുമ്പോൾ കുറേ കൺഫ്യൂഷനും ഇതും ബബ്ബിയും അതും ഇതും എല്ലാം ഉണ്ടാവും. ഓക്കെ, നിങ്ങൾ വിചാരിക്കുന്ന പോലല്ല ഈ ലൈവ് എന്ന് പറഞ്ഞാൽ വെരി ഹാർഡ്. ഫ്രണ്ടിനെ വെറുപ്പിക്കാതെ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൂടെ? ഇറ്റ് വൺസ് ചോയ്സ്. ഓൾസോ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് വാണ്ട് ടു മിൽക്ക് കണ്ടന്റ് അബൌട്ട് യു. ആടെ ഇവന്മാർ കണ്ടന്റ് മിൽക്ക് ചെയ്യാന്നടാ, അതാണ് മനസ്സിലായി. ഇവന്മാർ കണ്ടന്റ് മിൽക്ക് ചെയ്തോട്ടെ, പക്ഷെ കുട്ടികളെ കൊല്ലുന്ന ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണെന്നടാ. ഒരു ഡാർക്ക് അടിക്കുന്നടാ, ഉറങ്ങാൻ പറ്റുന്നില്ല, മനസ്സിലായി, മര്യാദയ്ക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. ബാക്കി എനിക്ക് എന്തെല്ലാം ഞാൻ പറ്റും, എനിക്ക് ഓരോ 1-2 മാസം കൂടുമ്പോൾ ഓരോ നെഗറ്റീവ് വരും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നെഗറ്റീവ് എന്നല്ല, എന്തെങ്കിലും ഒരു കോൺട്രവേഴ്സി വരും, നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ, എന്തെങ്കിലും ഒരു കോൺട്രവേഴ്സി ഒരു 1-2 മാസം കൂടുമ്പോൾ എനിക്ക് എപ്പം വരും. കഴിഞ്ഞ 3 വർഷമായിട്ട് അത് തന്നെയാണ്. ഓക്കെ, ഞാൻ അങ്ങനെ തന്നെയാണ് ഈ ഇതിൽ നിൽക്കുന്നത്, മനസ്സിലാവും. കുറേ ആൾക്കാർ വന്ന് പോയി, പക്ഷെ ഞാനിപ്പോൾ ഇതിൽ നിൽക്കുന്നത് ഇങ്ങനെ എപ്പോഴും എല്ലാ മാസവും ഇങ്ങനെ ഓരോ സാധനങ്ങൾ വരും, പക്ഷെ ഒന്നും എന്നെ ബാധിക്കലില്ല, മനസ്സിലായി. ഞാൻ എല്ലാത്തിൽ നിന്നും കണ്ടന്റ് മിൽക്ക് ചെയ്യാനും അല്ലെങ്കിൽ ഇതെങ്ങനെ എനിക്ക് യൂസ്ഫുൾ ആകും എന്നുള്ള രീതിയിൽ ഇതാക്കാനും പൈസ ഉണ്ടാക്കാനും ഞാൻ ചിന്തിക്കുള്ളൂ. പക്ഷേ ഇതെന്ന് വെച്ചാൽ ഫലസ്തീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറുപ്പം മുതൽ കേൾക്കുന്നല്ലാതെ ഇതിൻ്റെ വീഡിയോസും കാര്യങ്ങളും ഇതിൻ്റെ ചരിത്രങ്ങളും വീട്ടിൽ നിന്ന് നടക്കുന്ന നമ്മളെ പഠിപ്പിച്ച് ആദ്യം മുതലേ ദ്വാരക്കാനടക്കം പഠിപ്പിച്ച കാര്യങ്ങളായതല്ലോ ഫലസ്തീന് വേണ്ടി, മനസ്സിലാവും. പിന്നെ എന്ന് വെച്ചാൽ ഈ കുട്ടികളെ കൊല്ലുന്ന വീഡിയോസ്, മനസ്സിലായി, ഇങ്ങനത്തെ കുറേ വീഡിയോസ് ഈ ഇന്നലെ രാത്രി മുതൽ ഇന്ന് രാത്രി വരെ ഇതിൻ്റെ ഇടയിൽ എനിക്ക് ഏറ്റവും ഡിപ്രഷനായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഞാൻ മറന്നുപോയ കുറേ വീഡിയോസ്. ഓക്കെ, ഞാൻ പിന്നെ ഈ ഫലസ്തീൻ ഇഷ്യൂൻ്റെ ഒന്നും ഈ കുറേ കാലമായിട്ട് ഞാൻ ചിന്തിക്കലോ ഇതാക്കലോ ഇല്ല. പെട്ടെന്ന് മറന്നുപോയ കാര്യമാണ് ഞാൻ. ഓക്കെ, പെട്ടെന്ന് ഈ ഇഷ്യൂ വന്നതിന് ശേഷം കുറേ ആൾക്കാർ എനിക്ക് വീഡിയോ അയച്ചതിന്. ഓക്കെ, ഈ ചെറിയ പിള്ളേരെ കൊല്ലുന്ന അങ്ങനത്തെ ആയിട്ടുള്ള വീഡിയോസ്, മനസ്സിലാവും. അത് ഭയങ്കര ഡാർക്ക്. എന്നിട്ട് അതിൻ്റെ കൂടെ ഇവർ ടൈപ്പ് ചെയ്യുകയും ചെയ്യുന്നടാ, അല്ലെങ്കിൽ റിയാക്ട് ചെയ്യുന്ന തെണ്ടികൾ ഇവർ പറയുകയും ചെയ്യുന്നടാ. അതും വളച്ചൊടിച്ചിട്ട് കുട്ടികളെ കൊല്ലുന്നവരെ തൊപ്പി സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഇവരിങ്ങനെ തൊപ്പി, അതായത് ഇവരെ ഹുക്ക് തന്നെ ഇതാണ്. ഇവർ വീഡിയോൻ്റെ സ്റ്റാർട്ടിങ് ഇങ്ങനെ തൊപ്പി എന്ന് പറഞ്ഞാൽ തുടങ്ങുക, എന്നാലും ആൾക്കാർ കാണും, മനസ്സിലാവും. സ്കിപ്റ്റ് വിജയ് ഇഷ്യൂ എന്താ? വിജയ് ഇഷ്യൂ എന്താ? 39 ആളോ? തിരക്കിപ്പെട്ട് മരിച്ചു മീൻസ് എന്നിട്ട് ഇതൊന്നും എന്താ ന്യൂസ് ആവാത്ത? എടാ 40 ആൾക്കാർ മരിച്ച്, ഇതൊന്നും എന്താ ന്യൂസ് ഇല്ലാത്ത? ഓ, ഈ കണ്ടന്റ് ഓളികൾക്ക് ഇവർക്ക് വേണ്ടത് തന്നെയല്ലേ ഈ തൊപ്പി ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്ത്. ഇതിനെല്ലാം എന്താ ആവേശം? ഇതെല്ലാം കണ്ടന്റ് ആക്കാൻ എന്താ ആവേശമാണ് നിങ്ങൾക്ക്? മൈ ബ്രദർ മിസ്റ്റർ തൊപ്പി ഡോണ്ട് കെയർ എനിവൺ, ജസ്റ്റ് ഓപ്പൺ യുവർ മൈൻഡ് ഓൺ ഒപ്പീനിയൻ മൈ ബ്രദർ, വേറെ ലോട്ട് ഓഫ് ഗൈസ് ലവ് യു. ഓക്കെ, ഞാൻ എൻ്റെ ഉള്ളിലുള്ള എൻ്റെ ജെന്യുവൻ ഒപ്പീനിയൻ പറയാം. ഐ സപ്പോർട്ട് പലസ്തീൻ. ഓക്കെ, അത് എന്നും ഞാൻ പലസ്തീനെ സപ്പോർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഓക്കെ, പിന്നെ എൻ്റെ വായിന്ന് വീണുപോയ ഒരു മിസ്റ്റേക്കിൻ്റെ പേരിൽ ഇങ്ങനെ കച്ചവടം ചെയ്യരുത്, അത്രേ എനിക്ക് പറയാനുള്ളൂ. വേറെ കുറച്ച് ആൾക്കാരുണ്ട്, ഇവർ കച്ചവടം ചെയ്യുന്നത് ഈ പലസ്തീനിലെ ഇഷ്യൂ ആണ് ഇവർ കച്ചവടം ചെയ്യുന്നത്, മനസ്സിലായി. ഇവർ 10 പൈസ പലസ്തീന് വേണ്ടി ഡൊണേറ്റും ചെയ്തിട്ടില്ല, ഇതിനു വേണ്ടി ചാരിറ്റി അങ്ങനത്തെ ഒരു സാധനങ്ങളുമായിട്ട് ഇവർക്ക് ഒരു ബന്ധമില്ല കേട്ടോ. അതായത് ഇവരെ മെയിൻ പരിപാടി എന്ന് വെച്ചാൽ ഇടയ്ക്ക് ഓരോ പ്രൊമോഷൻസ് ഇടും. ഓക്കെ, പിന്നെ ഇടയ്ക്ക് ഓരോ ഫലസ്തീൻ്റെ വീഡിയോസ് ഇടും. ഓക്കെ, അതായത് ഇവരെ ഫലസ്തീൻ്റെ കുട്ടികളെ വീഡിയോസ് വെച്ച് വ്യൂസ് ഉണ്ടാക്കി ഇപ്പുറത്ത് പ്രൊമോഷൻ ചെയ്ത് പൈസ ഉണ്ടാക്കുക, ഇതാണ് ഇവരെ പരിപാടി, മനസ്സിലാവും. എന്നിട്ടാണ് നീ പാട്ട് വെച്ച് ലൈവ് തുടങ്ങിയത്. പാട്ട് ഞാൻ ഇന്നലെ രാത്രി മുതൽ പാട്ട് കേട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. പാട്ട് എന്ന് പറഞ്ഞാൽ മറ്റേ ഡപ്പാങ്കുത്തല്ലല്ലോ ഞാൻ കേൾക്കുന്നത്, ഡപ്പാങ്കുത്തല്ലല്ലോ. എനിക്ക് മനസ്സിൽ അത്രയും ഇമോഷണലായിട്ട് എനിക്ക് ഫീൽ ചെയ്തുകൊണ്ട് ഞാൻ അങ്ങനത്തെ ഒരു സോങ് കേൾക്കുന്നത്. എനിക്ക് അത്രയും ഇമോഷൻ കണക്ട് ചെയ്യുന്ന ഒരു സോങ് ആയിക്കൊണ്ട് ഞാൻ സോങ് കേൾക്കുന്നത്. അതിനെന്താ ഇപ്പോൾ പ്രശ്നം?
സ്പീക്ക് ഫോർ സുഡാൻ, സിറിയ ആൻഡ് യമൻ ടു ദെൻ. ഡോണ്ട് ബി എ ഹിപ്പോക്രൈറ്റ് ഓൺലി സപ്പോർട്ടിങ് മുസ്ലിംസ്. നോ 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 മുത്തേ, ഞാൻ വേറൊരു കാര്യം പറയാം. ഞാൻ പലസ്തീനെ സപ്പോർട്ട് ചെയ്യുന്നത് ഞാനൊരു മുസ്ലിം ആയതുകൊണ്ട് മാത്രമല്ല. ഓക്കെ, ഞാനൊരു മുസ്ലിം. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ അധികം ഇഷ്യൂസ് ഒന്നും ഈ സുഡാനും ഈ കാര്യങ്ങളൊന്നും ഞാൻ അറിയുന്നില്ല. ഞാൻ ഒരു ഇഷ്യൂസും അറിയുന്നില്ല. നമ്മളെ വേൾഡ് ഇതല്ലടാ, മനസ്സിലായി? നമ്മൾ ഈ ആ വേൾഡിലല്ല, നമ്മൾ ഈ ഗെയിമുകളെയോ ഇതുമായിട്ട് മുന്നോട്ട് പോകുന്നതാണ്, മനസ്സിലായി? ഈ ഇങ്ങനത്തെ ഇഷ്യൂസും കാര്യങ്ങളും ഇപ്പോൾ വിജയിൻ്റെ ഇഷ്യൂ ഞാൻ ഇപ്പോൾ അറിയുന്നത്, മനസ്സിലാവും? ഈ ഇങ്ങനെയുള്ള പൊളിറ്റിക്സും കാര്യങ്ങളും ഞാൻ അറിയുന്നില്ല, ഒന്നാമത്തെ കാര്യം. അതാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കാത്തത്. ഓക്കെ, ഞാൻ എല്ലാ ജനസൈഡിനും എതിരാണ്. ഓക്കെ, ഒരു ഇതിലും ഒരു വാർ നടത്തുന്ന ഒരു രാജ്യത്തിനും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. അത് ഇപ്പോഴേ എടുത്തോ. ഓക്കെ, ഇപ്പോഴേ ക്ലിപ്പ് ചെയ്തെടുത്തോ. ഇവന്മാർ ക്ലിപ്പ് ചെയ്യുമ്പോൾ ഭയങ്കര കട്ടിങ് ആട്ടി ഇവരെ കട്ടിങ്ങെല്ലാം ഭയങ്കര പെർഫെക്റ്റ് കട്ടിങ്ങാണ്. കറക്റ്റ് കട്ട് ചെയ്തിട്ട് ഇടും കേട്ടോ ഇവർ. ബ്രോ, ഫസ്റ്റ് ടൈം ഐ എം സെൻഡിങ് ബട്ട് ഐ വോണ്ട് സേ ഇറ്റ്സ് നോട്ട് അബൌട്ട് റിലീജിയൻ, ഇറ്റ്സ് അബൌട്ട് ഹ്യൂമാനിറ്റി. ഐ ഹാവ് 2 children ഓൾസോ, പ്ലീസ് റീഡ് ദിസ് എന്ന് പറയുന്നുണ്ട്. ബ്രോ, 2 കൂട്ടരും ചെയ്തുകൊണ്ടിരിക്കുന്നത് തെറ്റാണ്. കണ്ണിന് കണ്ണ് ചെയ്ത് നല്ലതല്ല. ബ്രോ, അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ നിൽക്കേണ്ട, അത് അവരുടെ ഇഷ്ടമാണ്. ജസ്റ്റ് സേ യുവർ സ്റ്റാൻഡ് ആൻഡ് ക്ലോസ് ദിസ് ടോപ്പിക് പ്ലീസ്. ടോപ്പിക്ക് ക്ലോസ് ചെയ്യാറൊന്നുമില്ല, ഇന്ന് ഇതേ ഉള്ളൂ ടോപ്പിക്ക്. ഓക്കെ, ഞാനൊരു കാര്യം പറയട്ടെ, ബാങ്ങർ സ്ട്രീംസ് ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചതാണ്. ഓക്കെ, ഇന്നലെ രാത്രി ചെയ്യാൻ വേണ്ടിയിട്ട്, ഇന്നലെ രാത്രിയോ ഇന്ന് രാത്രിയോ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബാങ്ങർ സ്ട്രീംസ് ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചതാണ്. അതായത് എക്സ്ട്രീംലി എൻ്റർടൈനിങ്, എക്സ്ട്രീംലി അത്രയും ഫൺ സാധനങ്ങൾ ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചാൽ. പക്ഷേ ഈ ഒരു സാധനം വന്നിട്ടില്ല. എൻ്റെ മൊത്തം ഞാൻ ഡൗൺ ആയിപ്പോയിടാം. കാര്യം പറയാം, മൊത്തം ഞാൻ ഡൗൺ ആയിപ്പോയി. ഫുൾ ഡിപ്രഷൻ ആയിപ്പോയി. കാര്യം പറയാം, ഇങ്ങനെ ഒരു സംഭവം ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല, മനസ്സിലാവും? ലോക ചാപ്റ്റർ 2 ട്രെയിലർ ആടാ, ഇല്ലടാ, ഇന്ന് ഒന്നിനും മൂടില്ല. ഇതിൻ്റെ കാര്യം പറഞ്ഞിട്ട് ക്ലോസ് ചെയ്യാന്നുള്ള ലെവലിൽ ഞാൻ നിൽക്കുന്നതിനും. ഓക്കെ, ഷമീർ അവിടെ, ഷമീർ വീട്ടിലാടാ. ഷമീറിൻ്റെ വീട്ടിലൊരു ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻ നടക്കുക നാളെ. അവൻ വന്നിട്ട് പറയും. ദുബായ് ട്രിപ്പ് ചെറുതായിട്ട് മാറ്റി വെച്ചാൽ എൻ്റെ ബർത്ത്ഡേ ആണ്. ഒക്ടോബർ 25 എൻ്റെ ബർത്ത്ഡേ ആണ്. ഓക്കെ, അപ്പോൾ ബർത്ത്ഡേൻ്റെ ഒരു 10 ദിവസം മുന്നേ പോകാമെന്നുള്ള ലെവലിൽ ഞാൻ വെച്ചു. ഓക്കെ, അപ്പോൾ ഇപ്പം മറ്റന്നാൾ ഒക്ടോബർ തുടങ്ങുമല്ലോ. അപ്പോൾ ഒക്ടോബർ തുടങ്ങിയിട്ട് ഒരു ഫസ്റ്റ് വീക്കോ സെക്കൻഡ് വീക്കോ ഞാൻ പോകും. ഓക്കെ, ഞാൻ പെട്ടെന്ന് പ്ലാൻ മാറ്റി. ഞാൻ പെട്ടെന്ന് ഓർത്തത് എൻ്റെ ബർത്ത്ഡേ ആണല്ലോ എന്ന്. ഞാൻ ഇതുവരെ എൻ്റെ ബർത്ത്ഡേ ആഘോഷിച്ചിട്ടില്ല. ആഘോഷിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഒറ്റയ്ക്ക് ഒരു കേക്കെല്ലാം മുറിച്ച് അങ്ങനെ ആഘോഷിച്ചില്ല. ഞാൻ ഇതുവരെ പ്രോപ്പറായിട്ട് എൻ്റെ ബർത്ത്ഡേ ആഘോഷിച്ചില്ല. അപ്പം ഇത്തവണ ദുബായിൽ പോയിട്ട് ആഘോഷിക്കാമെന്ന് വിചാരിച്ചു. എന്താവെന്ന് അറിയില്ല, നോക്കാൻ എന്തായാലും. ചെക്ക് വിജയ് ഇഷ്യൂ ഞാൻ ഫുള്ള് മനമെടുത്തിട്ടുള്ളത്. ബാക്കി കാര്യങ്ങളെല്ലാം അടുത്ത സ്ട്രീമിൽ സംസാരിക്കാം. ഓക്കെ, വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് പറയാം. വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ പറയണം. ചോദിക്കണം. വിജയ് ഇഷ്യൂ നെക്സ്റ്റ് ലൈവ് അൺസബ് ചെയ്യുന്നുണ്ട്. അൺസബ് ചെയ്യും മുത്ത്. ഞാൻ വീണ്ടും പറയാന്ന് മുത്തേ,